الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇന്ന് നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 27-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون يا بني آدم ഓ ആദമിൻ്റെ മക്കളെ, ലാ യഫ്തിനന്നക്കും നിങ്ങളെ ഒരിക്കലും കുഴപ്പത്തിൽ ചാടിക്കരുത്. ശൈത്വാനു പിശാച്, കമാ അഖ്റജ അബവൈക്കും നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ മിനൽ ജന്ന സ്വർഗത്തിൽ നിന്നും. യൻസിഉ അൻഹുമ അവർ രണ്ടുപേരിൽ നിന്നും ഊരിക്കളയുന്നു ലിബാസഹുമ അവരുടെ വസ്ത്രം. പിശാച് രണ്ടുപേരുടെയും വസ്ത്രം ഊരിക്കളയുകയാണ് ചെയ്തത്. ലിയുരിയഹുമ സൗആതിഹിമ അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഔറത്തുകൾ, അവരുടെ നഗ്നതകൾ വെളിപ്പെടാൻ വേണ്ടി, കാണിക്കുവാൻ വേണ്ടി. ഇന്നഹു തീർച്ചയായും അവൻ യറാക്കും നിങ്ങളെ കാണുന്നുണ്ട്. ഹുവ അവനും വ കബീലുഹു അവൻ്റെ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവൻ്റെ കബീലയിൽപ്പെട്ട അവൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരും. മിൻ ഹൈസു ലാ തറൗനഹും നിങ്ങൾ അവരെ കാണാത്ത അവസ്ഥയിൽ. ഇന്നാ ജഅൽന ശയാത്തീന തീർച്ചയായും നാം പിശാചിനെ ആക്കിയിരിക്കുന്നു, ഔലിയാ ഉറ്റമിത്രങ്ങളാക്കിയിരിക്കുന്നു, ലില്ലദീന ലാ യുഅ്മിനൂൻ വിശ്വസിക്കാത്തവർക്ക്. ഒന്നുകൂടെ അർത്ഥം പറയാം. യാ ബനി ആദം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആയത്തിലും പറഞ്ഞല്ലോ, ആദമിൻ്റെ മക്കളെ. ലാ യഫ്തിനന്നകുമു ശൈത്വാനു പിശാച് നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ, അകപ്പെടുത്തരുത്. കുഴപ്പത്തിൽ ചാടിക്കരുത്, നാശത്തിൽ ചാടിക്കരുത്, പരീക്ഷണത്തിൽ അകപ്പെടുത്തരുത് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ. യൻസിഉ അൻഹുമ ലിബാസഹുമ അവൻ അവരുടെ രണ്ടുപേരുടെയും വസ്ത്രത്തെ ഊരിക്കളഞ്ഞു. അഥവാ ഊരുന്നതിന് അവനാണ്, ഊരിക്കളയുന്നതിന് പ്രേരണ നൽകിയത് അവനാണ്. ലിയുരിയഹുമ അവർക്ക് രണ്ടുപേർക്കും കാണിക്കുന്നതിന് സൗആതിഹിമ രണ്ടുപേരുടെയും നഗ്നത. ഇന്നഹു യറാക്കും ഹുവ വ കബീലുഹു അവനും അവൻ്റെ കുടുംബവും. ഖബീല് നമ്മൾ പറയില്ല, ഖബീലക്കാർ, ഒരു ഗോത്രം, ഒരു കുടുംബം ഒക്കെ ഉള്ള അർത്ഥത്തിലാണ്. അവനും അവൻ്റെ ആൾക്കാരും നിങ്ങളെ കാണുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും നിങ്ങൾ അവനെ കാണാത്ത സ്ഥിതിയിലും. ഇന്നാ ജഅൽന ശയാത്തീന തീർച്ചയായും നാം പിശാചിനെ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആക്കിയിട്ടുണ്ട്. ഔലിയാ മിത്രങ്ങൾ, അടുത്ത മിത്രങ്ങൾ, കൂട്ടുകാരാക്കിയിട്ടുണ്ട്. ലില്ലദീന ലാ യുഅ്മിനൂൻ വിശ്വസിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, അവൻ പാപ്പാൻ്റെ ശത്രുവാണ്, അവനെ ശത്രുവായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അർത്ഥം. ഒരാൾ ഞാൻ എൻ്റെ മകനെ വെച്ച് കാട്ട് പറയാണ്, മോനെ ഓലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ശത്രുക്കളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ അതുകൊണ്ട് പതിയും. ഇപ്പാൻ്റെ ശത്രുവാണല്ലേ, എന്നാൽ ഓനെ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണമല്ലോ. നമ്മളൊക്കെ കണക്കൂട്ടുമല്ലോ അത്. എന്നാൽ അങ്ങനെ കൈകാര്യം ചെയ്യണം അവനെ. അതിന് ഉദാഹരണവും പറഞ്ഞു കൊടുക്കുക. എന്താ അതിന് ഉദാഹരണം?
എൻ്റെ ജീവിതത്തിൽ അവർ എന്നോട് ചെയ്തിരിക്കുന്ന ദ്രോഹങ്ങൾ, ശത്രുതാ നിലപാടുകൾ, അതും പറഞ്ഞു. പിന്നെ കുട്ടികൾക്ക് അവനോടുള്ള വെറുപ്പ് തീരുമോ? പാപ്പാനോട് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ആ ശത്രുവിനെ മക്കൾ എന്താവും? ശത്രുക്കളായി തന്നെ പരിഗണിക്കും. ഇവിടെ നോക്കി, ആദമിൻ്റെ മക്കളെ നിങ്ങളെ ശത്രുവാണ്, ആദമിൻ്റെ മക്കളെ നിങ്ങളെ ശത്രുവാണ് ഇബ്ലീസ്, അവൻ്റെ കുടുംബം. അഥവാ നിങ്ങളുടെ വാപ്പാരുടെ കണ്ടോ, വാപ്പ ഇപ്പാനും ഇമ്മാനും പറഞ്ഞു കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് കാരണം ഇവനും ഇവൻ്റെ ആൾക്കാരും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളി. അതുകൊണ്ട് അവർ രണ്ടുപേരുടെയും ഫിത്നയിൽ പെടാതെ നോക്കിക്കോളി എന്നാണ് അള്ളാഹ് നമ്മളെ ഉപദേശിക്കുന്നത്. കണ്ടോ, മാതാപിതാക്കളുടെ ശത്രു. എന്നിട്ട് അവരെ ഉപദ്രവിച്ചതിന് ഉദാഹരണവും പറഞ്ഞു. സ്വർഗത്തിൽ ഇങ്ങനെ കഴിയായിരുന്നു, അവരെ കൊണ്ട് ആ വിലക്കപ്പെട്ട കനി തീറ്റിച്ച് പ്രലോഭിപ്പിച്ചു പലതരം തന്ത്രങ്ങൾ പയറ്റി, എന്നിട്ടാണ് തീറ്റിച്ചത്. എന്നിട്ട് എന്തായാലും ഫലം സ്വർഗത്തു നിന്ന് പുറത്തു പോയി. ഫലം തിന്നപ്പോൾ പ്രത്യക്ഷ ഫലം എന്താ ഉണ്ടായത്? പ്രത്യക്ഷമായിട്ട് എന്താ അപ്പവർക്ക് അനുഭവപ്പെട്ടു? അവരുടെ നഗ്നത വെളിപ്പെട്ടു. ഈ നഗ്നത വെളിപ്പെടുക. എന്നിട്ട് അല്ലാഹു തആല അതിന് അവിടെ ആദമിനും ഹവ്വാക്കും വെളിപ്പെട്ട നഗ്നത മറക്കുന്നതിന് ദുനിയാവിൽ അൻസൽനാ അലൈക്കും ലിബാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ ആയത്തിൽ. ആ നഗ്നത മറക്കാനാണ് നിങ്ങൾക്ക് ഭൗതികമായ വസ്ത്രം. അതുമാത്രമല്ല, ആത്മീയമായൊരു വസ്ത്രം കൂടിയുണ്ട്. അത് ലിബാസു തഖ്വയാണ്. ഈ ലിബാസു തഖ്വ ഊരിക്കളഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? പിന്നെ മനുഷ്യന് ഉടുതുണി ഉരിയുന്നതിനൊരു മടിയുണ്ടാവില്ല. നമ്മളെ നാട്ടിൽ ഇപ്പോൾ അടുത്തുണ്ടായ വിവാദവും ജയിലിൽ പോകലൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. എന്തിനായിരുന്നു? ഒരു സ്ത്രീയുടെ നഗ്നതയെ വർണ്ണിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ വസ്ത്രം ധരിക്കൽ അതൊരു സ്റ്റൈലാണ്. വസ്ത്രം ധരിക്കാതിരിക്കലും അങ്ങനെയാണല്ലോ. മതത്തിൻ്റെ പേരിൽ വസ്ത്രം ധരിക്കാതിരിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിലടക്കം. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞില്ലേ നഗ്ന സന്യാസിമാരുടെ, അതിൽ ആണും പെണ്ണൊക്കെ ഉണ്ട്. വടകര ഒരു ആശ്രമമുണ്ട്. വസ്ത്രം ധരിക്കാതെ കൂടുന്ന ഒരു സ്ഥലം, ആണും പെണ്ണൊക്കെ. അപ്പൊ ഇത് ആരെ പണിയ? മനുഷ്യന്റെ അശ്ലീലതകളെ മറച്ചു വെക്കേണ്ട ഭാഗത്തെ പുറത്താക്കി നടക്കുക. നമ്മൾ ആണുങ്ങളും ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. ഇപ്പോൾ മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടം ഉരിഞ്ഞു കളഞ്ഞു എന്നല്ലേ ഇപ്പോൾ പറയുന്നത്. മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടം ഉരിഞ്ഞു കളഞ്ഞവരാരാ? ഞങ്ങളാണ്. ആരാ? പിശാചിൻ്റെ കൂട്ടാളികൾ. ഒൽക്കാ ചെയ്യാൻ പറ്റുക? തട്ടാക്കണ്ടല്ലോ, കുപ്പായ ഉരിയിപ്പിക്കാം. പെൺകുട്ടികളെ പാൻറ്റിൻ്റെ അടിഭാഗം കയറി വരലോട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? മുമ്പൊക്കെ നിലത്ത് ഇങ്ങനെ തട്ടി മുട്ടി അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ കാലുമ ഇങ്ങനെ ഇട്ടാൽ ആദ്യം ഇവിടെ നിലത്തൊക്കെ തട്ടിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ കയറി ഇവിടേക്ക് എത്തിക്കണം. എന്നിട്ട് ആ കാലുമ ഒരു നൂരും അവിടുന്നും കയറലൊടങ്ങിക്കണം. അതാരുടെ പൗറാണോ? ഇങ്ങനെ നഗ്നതയും അശ്ലീലതയും മനുഷ്യരിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളെ നീക്കിക്കൊണ്ട് ആൺപെൺ സങ്കലനങ്ങൾ, ഇതൊക്കെ ആരെ പണിയാണ്? പിശാചുക്കൾ ഏറ്റെടുത്തിരിക്കുന്ന പണി. അത് വലിയ പോലീശയായി പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിശാചിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ മാതിരിയാണത്. അപ്പോൾ ഇവിടെ അല്ലാഹ് പറയുക, ബനി ആദമിൻ്റെ മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്വാൻ, പിശാച് നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. പലതരത്തിൽ ഇപ്പോൾ ഇസ്ലാമിക ചിഹ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നന്മകളിൽ നിന്ന്, കുടുംബം എന്ന് പറയുന്നത് നന്മ സ്ഥാപനമാണ്, അള്ളാഹു സംവിധാനിച്ച സ്ഥാപനമാണ്. മനുഷ്യവർഗത്തിൻ്റെ അതിനെയൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ട് ആൺപെൺ സങ്കലനങ്ങളിലൂടെ മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ കെണിയിൽ നിങ്ങൾ പെടരുത്. മനുഷ്യ പിശാചും ഉണ്ടാവും, ജിന്നി പിശാചും ഉണ്ടാവും കേട്ടോ. യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്വാനു, പിശാച് നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കണം. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്നൈൻ, ഉദാഹരണം പറയുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ അവനാണ് സ്വർഗത്തു നിന്ന് പുറത്താക്കിയത്. അത് നമ്മളോട് നേർക്കുനേരെ എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും അവരുടെ ജോലിയിൽ നിന്നും നന്മയിൽ നിന്നൊക്കെ പുറത്താക്കിയത് ഇവനാണ്. കാരണം അവനോടൊരു ശത്രുത ഉണ്ടാവില്ലേ? നമുക്ക് ഉണ്ടാവില്ലേ? വാപ്പാക്കും ഉമ്മാക്കും നല്ല ജോലി ഉണ്ടായിരുന്നു നോക്കുക, ഗൾഫിലായിരുന്നു നോക്കുക. ആ ജോലി കളയാൻ, നല്ല വരുമാനമുള്ള ജോലി,
അത് കളയാൻ അതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ കള്ളക്കളി കളിച്ച് നമ്മൾ അത് മകനോട് പാപ്പാനി മാനി പണി കളഞ്ഞോൻ അബ്ബൻ എന്ന് പറഞ്ഞാൽ ഓനോട് മക്കൾക്ക് ശത്രുത ഉണ്ടാവുമോ? ഉണ്ടാവണമല്ലോ. അപ്പോൾ അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ പിശാച് ശത്രുവാണെന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഏത് രംഗത്ത് ഇടപെടുമ്പോഴും ഈ പിശാച് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് മുക്തി നേടണം. അപ്പോൾ അഖറജ അബവൈക്കും അബു പറഞ്ഞല്ല വാപ്പ, അബവാനി എന്ന വാപ്പി ഇമ്മി, രണ്ട് മാതാപിതാക്കൾ, രണ്ട് രക്ഷിതാക്കൾ. അതിനെ അബവൈക്കും നാക്കുമ്പക്കും എന്നുള്ളതിലേക്ക് ചേർത്ത് പറഞ്ഞത് കൊണ്ടാണ് അബവാനി എന്നുള്ളതിലെ അൽഫിനെ കളഞ്ഞ് യാ ആക്കുകയും നൂനിനെ കളയുകയും ചെയ്യുക. അബവൈക്കും നിങ്ങളുടെ രണ്ട് രക്ഷിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളെ. അബു പറഞ്ഞ വാപ്പ എന്നാണ്, അബവാനി എന്ന വാപ്പ ഇമ്മിയാണ്. മിനൽ ജന്ന സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. യൻസി അൻഹുമ അതിനവൻ കാരണമാക്കിയത് എന്താണ്? യൻസി അൻഹുമ ലിബാസഹുമ അവരുടെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. നേരത്തെ അവർക്ക് ഇങ്ങനെ വസ്ത്രം വേണമെന്നോ അങ്ങനെ നഗ്നത വെളിപ്പെടുന്നുണ്ടെന്നോ അറിയില്ലായിരുന്നു. ഈ പഴം തിന്നപ്പോഴാണ് ആദമിന് ഹവ്വയുടെ നഗ്നതയും ഹവ്വക്ക് ആദമിൻ്റെ നഗ്നതയും കാണാനും അറിയാനും അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് ബോധമൊക്കെ വരുന്ന അപ്പോഴാണ്. മനുഷ്യനിലുള്ള പാപബോധം അതാണ് അവിടെ വെളിപ്പെട്ടത്. യുരിയഹുമ സൗആത്തിഹിമ അവർ രണ്ടുപേരും അവരുടെ നഗ്നത വെളിപ്പെടുന്നതിന് വേണ്ടി. സൗആത്ത് പറഞ്ഞാൽ എന്താണ്? നഗ്നത. യുരി എന്നത് റഅ കണ്ടു, യറ കാണുന്നു, അറ കാണിച്ചു കൊടുക്കുന്നു, യുരി കാണിച്ചു കൊടുക്കുന്നു തന്നെ. യുരിയഹുമ അവരെ രണ്ടുപേരെയും കാണിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ. സൗആത്തിഹിമ അവരുടെ രണ്ടുപേരുടെയും നഗ്നത. ഇന്നഹു യറാക്കും തീർച്ചയായും അവൻ പിശാച് നിങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഇബ്ലീസ് നമ്മളെ കാണുന്നുണ്ട്. ഹുവ വ ഖബീലു അവനും അവൻ്റെ സഹായികളും അല്ലെങ്കിൽ അവനും അവൻ്റെ കൂട്ടാളികളും അവനും അവൻ്റെ കുടുംബങ്ങളും. നമ്മുടെ കൂടെയൊക്കെ ഇബ്ലീസ് ഉണ്ടാകുന്ന ഹദീസിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അല്ല, ഖുർആൻ തന്നെ വന്നിട്ടില്ലേ? സൂറത്തു സുഖ്റുഫിലെ 37-ാമത്തെ ആയത്തിൽ വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹുവിനെ സംബന്ധിക്കുന്ന ബോധത്തിൽ നിന്ന് ആരെങ്കിലും അകന്നു പോയാൽ, അന്ധത ബാധിച്ചാൽ, അശായാശ്വന അന്ധത ബാധിച്ചാൽ, ഒരു കണ്ണിനെ കാഴ്ച പോവുക, മറ്റേ കണ്ണിന് കുറഞ്ഞ കാഴ്ചയാവുക, അതാണ് അന്ധത ബാധിക്കാറ്. അശായാശ്വ. അങ്ങനെ ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ ദിക്റിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച ബോധത്തെക്കുറിച്ചും ഖുർആനെ സംബന്ധിച്ചും അന്ധത ബാധിച്ചാൽ നുഖയ്യിദ് ലഹു ശൈത്താനൻ അവന് വേണ്ടി നമ്മളൊരു പിശാചിനെ നിയോഗിക്കും. ഫഹുവ ലഹു ഖരീൻ ആ പിശാചായിരിക്കും പിന്നെ ഓരോ കൂട്ടുകാരൻ. അത് ചിലപ്പോൾ മനുഷ്യ പിശാചായിരിക്കും, ചിലപ്പോൾ മനുഷ്യപിശാചായിരിക്കും. അവനായിരിക്കും പള്ളിയിൽ നിന്ന് തടയുന്നത്, ഖുർആനിൽ നിന്ന് തടയുന്നത്, നന്മയിൽ നിന്ന്. അത് ജിന്നി പിശാചും ആവും. പിശാച് നമ്മളെ കൂടെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ആ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും നിങ്ങൾക്ക് അവരെ കാണാൻ സാധ്യമല്ലാത്ത സ്ഥിതിയിൽ. ഇബ്ലീസിനെ നമുക്ക് കാണാൻ കഴിയില്ല. അത് അങ്ങനെ ഒരു അദൃശ്യ ജീവികളാണ്. എന്നാൽ അങ്ങനെ ഒരു ജീവികളുണ്ട്, അവർ നമ്മളെ കാണുന്നു. ഇന്നാ ജഅൽന ശയാത്തീൻ നാം പിശാചുക്കളെ നിശ്ചയിച്ചിട്ടുണ്ട് ഔലിയ ഉറ്റമിത്രങ്ങളായി, ഉറ്റ തോഴന്മാരായിട്ട്. ലില്ലദീന ലാ യുമിനൂൻ മുഅ്മിനീങ്ങളല്ലാത്തവർക്ക്, വിശ്വസിക്കാത്തവർക്ക് ഉറ്റ തോഴന്മാരായിക്കൊണ്ട് പിശാച് ഉണ്ടാകും. അപ്പോൾ ആ കാര്യം നമ്മൾ പിശാചിൻ്റെ കെണിയിൽപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കും. കൂട്ടുകാരുടെ ഉപദേശങ്ങൾ എന്നെ എന്ത് കെണിയിലാണ് ചെന്ന് ചാടിക്കുക എന്നുള്ള കാര്യം നമ്മൾ അറിയണം, നിയന്ത്രിക്കണം. അത് ചിലപ്പോൾ നമ്മളെ കുടുംബ ബന്ധം ഛിദ്രിപ്പിക്കാനായിരിക്കും, മക്കളും ബാപ്പയും തമ്മിലുള്ള ബന്ധത്തെ നശിപ്പിക്കാനായിരിക്കും, സൗഹൃദം നശിപ്പിക്കാനായിരിക്കും, നന്മയിൽ നിന്ന് തടയാനായിരിക്കും, ഖുർആനിൽ നിന്ന് തടയാനായിരിക്കും, പള്ളിയിൽ നിന്ന് തടയാനായിരിക്കും. ഇങ്ങനെ പിശാചുക്കൾ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. കാരണം അവൻ മനുഷ്യവർഗത്തെ വിശ്വസിക്കാത്തവരുടെ ഉറ്റ തോഴനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന പിശാചിൻ്റെ കെണിയിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുന്നുണ്ട്. പിശാചിൻ്റെ കെണിയെ ഓർത്തുകൊണ്ട് അവനിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക റഹ്മത വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദാ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. الحمد لله.